ഇതിൽ പലപ്പോഴും പങ്കെടുത്ത് ആളുകൾ തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ഈ കാലം മൊബൈൽ ഫോൺ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്ന കാലം മനുഷ്യർ ഒറ്റപ്പെടുന്ന ഒരു കാലമാണ്. ആ സ്ഥാനത്ത് മനുഷ്യരെ സാമൂഹ്യ ബോധമുള്ളവരാക്കി സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇവരുടെ സംഘടനകൾ രണ്ടാമതായി പരിശ്രമിക്കേണ്ടതാണ്. പണ്ട് ജൂലിയൻ വെക്സ്ലി നമുക്കെല്ലാം ലോകശാസ്ത്രജ്ഞന്മാരുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പുസ്തകത്തിനുണ്ട് എവല്യൂഷൻ ഇൻ ആക്ഷൻ. എവല്യൂഷൻ അടുത്ത പടി എന്ത്? എക്സീവൻസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എക്സീവൻസ് സയൻറ്റിസ്റ്റ് ആണെങ്കിലും ചരിത്രകാരനും നോവലിസ്റ്റും മറ്റു പലതുമാണ്, കഥ എഴുത്തുകാരനുമൊക്കെയാണ്. ഇദ്ദേഹം സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് അടുത്ത എവല്യൂഷൻ സൈക്കോ സോഷ്യൽ എവല്യൂഷൻ ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അനേകം സിദ്ധികളുണ്ടെങ്കിലും മനുഷ്യർ എത്ര മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തിലുള്ള എവല്യൂഷനാണ് ജൂലിയൻ വെക്സ്ലി എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ എവല്യൂഷൻ. അത് ഇനിയും സാധ്യതപ്രായമാകേണ്ട ഒരു ലക്ഷ്യമാണ്. ഞാൻ ഈ കുടുംബങ്ങൾ തമ്മിൽ നടക്കുന്നതിന് പറയില്ല. അത് നമ്മുടെ സംഘടനകളിലൂടെ സാധിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ വരുന്നു, എൻ്റെ ഭാര്യ വരുന്നു, മക്കൾ വരുന്നു. ഓസ്ട്രേലിയയിൽ വലിയ സമ്മേളനം കഴിഞ്ഞ് നമ്മളെല്ലാം പരസ്പരം പരിചയം. അപ്പോൾ പരിചയത്തിൻ്റെ സീമകൾ കൂടുതൽ വിപുലമായി വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മൂന്നാമത്തേത്, നമ്മുടെ സംഘടന ലോകത്തിൻ്റെ ഭാവിയുമായി നാം ബന്ധപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പ്രളയം ബന്ധപ്പെടുന്ന സഭാരണം കുറിക്കേണ്ട കാര്യമില്ല. പ്രളയത്തിൽ കുറെ ആളുകൾ മരിച്ചു, നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷെ അത് നമ്മളെ വേദനിപ്പിച്ചു. ലോകത്തിലുണ്ടാക്കുന്ന ഏത് വിപത്തും അഭിമുഖീകരിക്കാനും അതിൽ പങ്കാളികളാകാനും വിപത്തിന് ഇരകളായി തീർന്നവർ സഹായിച്ചത് നമുക്ക് മനസ്സിലാക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. അതിനാണ് നമ്മൾ ഈ സംഘടനാ ബലം പ്രധാനമായും ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. പത്രത്തോളമില്ല. നമ്മുടെ ചരിത്രത്തിൻ്റെ ഗതിയിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വർത്തമാന പത്രം നിങ്ങൾ ദിവസേന വായിക്കുന്നു. എനിക്കിപ്പോൾ കണ്ടു കാണികളൊന്നും വായിച്ചാൽ നടക്കില്ല. കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തെ നയിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ലോങ്ങിങ് ഫോർ ലവ്, സ്നേഹത്തിന് വേണ്ടിയുള്ള വെമ്പൽ. ഞാൻ സ്നേഹത്തിന് വേണ്ടി വെമ്പക്കൊള്ളുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അതെനിക്ക് തിരിച്ചു തരണം. ഞാനത് ആഗ്രഹിക്കുന്നു. 2, തേഴ്സ്റ്റ് ഫോർ നോളജ്, അറിവിന് വേണ്ടിയുള്ള ദാഹം, അമിതമായ ദാഹം. 3, അൺബെയറബിൾ പിറ്റി ഫോർ ദ സഫറിംഗ് ഓഫ് മാൻകൈൻഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യ അനുഭവിക്കുന്ന സീമാതീതമായ ദുരിതങ്ങൾ ഇടഞ്ഞേക്കുള്ള എൻ്റെ ഇതില്ലാത്ത അനുതാപം എന്നെ നയിച്ചു. അതിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം